പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാകൃതമായതുകൊണ്ട് പോകുന്നു എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ പറയൂ. സമയമില്ലല്ലോ, സമയം വെറുതെ കളയണ്ടല്ലോ. അതാണ് നിങ്ങളൊന്നും ഉണ്ടായിരുന്ന സമയം വെറുതെ പോകില്ല. രേണുക ഞാൻ പറയുന്നറിയോ, വെറുതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു തരുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങിയും സംസാരിക്കാതെ കേരളത്തിന് പുറത്തേക്ക് ഒന്ന് യാത്ര ചെയ്യണം. നിങ്ങൾ ക്യാമറമാനൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ പോകുന്നതിന്റെ കാരണം ഇതാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് താങ്കൾ പറയൂ. മറ്റു കാര്യങ്ങൾ പറയണ്ട ശ്രീ ശ്യാം, മറ്റു കാര്യങ്ങൾ പറയണ്ട. എന്നെ യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ട. താങ്കൾ ചോദിച്ചതിന് മറുപടി പറയൂ. അതാണ്. അപ്പോൾ ആരും പഠിപ്പിക്കണ്ട. ഞാൻ രേണുകയെ പഠിപ്പിക്കില്ല, രേണുക എന്നെയും പഠിപ്പിക്കണ്ട. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മിണ്ടായിരിക്കും. ചോദ്യം ഉപചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ശേഷം പറയുക. എന്നോട് ചോദിക്കാൻ വന്നാൽ, എന്നെ പഠിപ്പിക്കാൻ വന്നാൽ ഞാനും പഠിപ്പിക്കും. ഇല്ല, ഞാൻ അതിന് വരില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചു, താങ്കൾ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു. അത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ. ഞാൻ പിന്നീട് ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് കേരളത്തിൽ നിന്ന് പോകുന്നതിന് കാരണം ഇതാണെങ്കിൽ അവിടെ നിന്ന് ആളുകൾ പോകാനുള്ള കാരണം. താങ്കൾ അതിന് ഉത്തരം ഇതുവരെ പറഞ്ഞില്ല. വ്യക്തി അധിക്ഷേപം നടത്തുക മാത്രമാണ് ചെയ്തത്. കഥാപ്രസംഗമെന്നും മറ്റും പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കാനാണ് താങ്കൾ നോക്കിയത്. ഞാൻ ചോദ്യം ചോദിക്കാനാണെങ്കിൽ ചോദ്യം ചോദിക്കും. ശ്യാംരാജ്, നിങ്ങളുടെ ഭീഷണി കണ്ടോ, വിരക്ഷ കണ്ടോ, കളിയാക്കൽ കണ്ടോ, ഞാനങ്ങ് അസഹിഷ്ണുത പിന്നെ അപമാനിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കണം. താങ്കൾ എന്താണ് പറഞ്ഞത്? ഞാൻ കവലപ്രസംഗം നടത്തുന്നു. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അസഹിഷ്ണുത ഇങ്ങനെ കാണിക്കരുത്. എന്റെ വാദം ജനങ്ങൾ കേൾക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് എന്തിനാ? എന്റെ വാദം ജനങ്ങൾ കേൾക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് എന്തിനാ? താങ്കൾ എന്ത് വാദമാണ് പറഞ്ഞത്? താങ്കൾ ആദ്യം വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ താങ്കൾ പറയുന്നത് എനിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളാണ്. താങ്കളുടെ വാദമാണെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് താങ്കളുടെ വാദമാണ്. എന്റെ വാദം അത് തന്നെയാണ്. പ്രേക്ഷകരെ രേണുക തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങൾ NEP അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രേക്ഷകരെ രേണുക തെറ്റിദ്ധരിപ്പിക്കുന്നു. ന്യൂസേജിന്റെ ആങ്കർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞങ്ങൾ ആരെ PFCയുമായി ബന്ധപ്പെട്ട് പോലും അല്ലാത്ത സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ട് പോലും തരാതെ കേരളത്തെ അതിന് പ്രേരിപ്പിക്കുന്നു എന്നത് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെ ഇനിയും പറയുന്നുള്ളൂ. അത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് തോന്നുന്നില്ല. തമിഴ്നാടും കേരളവും ബംഗാളും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഇതുപോലെ ഓരോ കാര്യത്തിനും സുപ്രീം കോടതിയുടെ തിണ്ണ നിരങ്ങേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കേന്ദ്രത്തിന്റെ ഈ നിലപാട് കൊണ്ടാണ്. പറ്റില്ല. രേണുക പറഞ്ഞത് പറയാനല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ വന്നിട്ടുള്ളത് എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനാണ്. അല്ലാതെ രേണുക പിടിച്ച പോയിന്റ് 2 കൊമ്പെന്ന് പറഞ്ഞത് അംഗീകരിച്ചിടാൻ പറ്റില്ലാന്ന്. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്തും പറയാം, ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു പറയാം. അത് അങ്ങനെയെല്ലാം തിരിച്ചു പറയുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞ അതിന് മറുപടി തിരിച്ചു മറുപടി ഉണ്ടാകുമെന്നേ. അത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. നിങ്ങളൊരു വാദം പറയുമ്പോൾ അത് അങ്ങനെയല്ല മറുവശമാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റണം. നിങ്ങൾ പറഞ്ഞത് NEP ഞങ്ങൾ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. NEP അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്തിട്ടുള്ളത്. കേരളം അടക്കമുള്ള കേരളത്തിൽ നിങ്ങളൊന്ന് പഠിക്കുക വിഷയം. ഈ രാജ്യത്ത് ജനസംഖ്യാനുപാതമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് പുറത്തു വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന്. ജനസംഖ്യാനുപാതമായിട്ട് അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് മനസ്സിന്നതിന്, അതിലെ തെറ്റുകൾ തിരുത്തുന്നതിന്, അത് പഠിക്കുന്നതിന്, ആ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ചർച്ചകൾ നടത്തുന്നതിന് നിങ്ങൾ എത്ര അസഹിഷ്ണുതയോടെ കാണുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോയവരെ തിരിച്ചു വിളിക്കണ്ടേ ശ്യാംരാജ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോയവരെ തിരിച്ചു വിളിക്കണ്ടേ? ഇത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യർ പോയി രക്ഷപ്പെട്ടോട്ടെ എന്നതാണ് നിങ്ങളുടെ നയം. നിങ്ങളുടെ നയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യർ പോയി രക്ഷപ്പെട്ടോട്ടെ എന്നതാകില്ലേ? അടഞ്ഞു കിടക്കുന്ന വീടുകൾ വേറെ ഇല്ലാന്ന്. ഇവിടുത്തെ പ്രശ്നം അറിയോ? ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് പോകുന്നുണ്ട്. ഏത്? കേരളത്തിന്റെ 4-5 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ജനസംഖ്യാനുപാതമായി എന്ന് പറയാൻ വേണ്ടിയുള്ള കാരണം. ഉത്തർപ്രദേശിന്റെ ജനസംഖ്യ എത്ര? 24 കോടിയാണ്. കേരളത്തിന്റെ 3-4 കോടിയാണ്. നോക്കാം, 6-4-24. കേരളത്തിന്റെ 6 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അത് വെച്ചിട്ടുള്ള കമ്പാരിസൺ തന്നെ രേണുകയുടെ തെറ്റാണെന്ന്. അതായത് ആ കമ്പാരിസൺ പോലും തെറ്റാണ്. ഞാൻ അതന്നെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഞാൻ പറയട്ടെ നൂതനമായ കോഴ്സുകൾ കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനിയും അപ്ഡേറ്റഡ് ആവാനായിട്ടുണ്ട്.
ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സുകൾ വരാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ നൂതനമായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. കാലാനുസൃതമായിട്ട് എത്രയോ വർഷങ്ങളെടുത്ത് പഠിച്ചതിന് ശേഷം പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു പോളിസിയാണ്. അത് ഒരു കാരണവശാലും ഒരു സർക്കാരിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ MOU ഒപ്പിടാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഞങ്ങൾ വിവേകമായിട്ട് അടിച്ചു എന്ന് പറയാൻ നോക്കൂ. ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പോളിസി ഉണ്ട്. ഞാൻ ഇതിപ്പോ കേന്ദ്ര സർക്കാർ ഒരു പണം തരുമ്പോൾ 1500 കോടി 1500 ചില്ലാനം കോടി പണം സംസ്ഥാന സർക്കാരിന് കൊടുക്കുമ്പോൾ രേണുക എനിക്ക് ശ്യാമ പോയി ചായ കുടിച്ചു എന്ന് പറഞ്ഞ് 10 രൂപ തരുന്ന പോലെ അല്ലല്ലോ. ഒരു സ്കീമിന്റെ അടിസ്ഥാനത്തിൽ പണം തരുമ്പോൾ ആ സ്കീമിന് അനുസൃതമായിട്ടുള്ള രേഖകളിൽ ഒപ്പിടേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതെ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ മറ്റൊരു പദ്ധതിയുടെ ഭാഗമായ ഫണ്ട് പോലും കേരളത്തിന് അവകാശപ്പെട്ട, ഇത് ആരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പണമല്ല ശ്യാംരാജ് ചോദിക്കുന്നത്. കേരളത്തിന്റെ കൂടി നികുതി പണം, അതിന് കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച് കേരളത്തിന് അവകാശപ്പെട്ട പണമാണ് തടഞ്ഞു വെക്കുന്നത്. താങ്കൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ മഹാരാഷ്ട്രയിൽ നിന്നും UP-യിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്താണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. NEP നടപ്പിലാക്കിയിട്ടും അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് താങ്കൾക്ക് കുഴപ്പമില്ല. കേരളത്തിൽ നിന്ന് പോകുന്നവരെ കൊണ്ടുവരണം എന്നത് മാത്രമാണ് താങ്കളുടെ ആവശ്യം. ഒരു കാര്യം നിങ്ങൾ ഞാൻ നിങ്ങളുടെ ന്യൂസ് ചാനലിലേക്ക് വരുന്നത് നിങ്ങൾ അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം എന്നെ പഠിപ്പിക്കും. ഞാനത് ഉണ്ടായിരുന്നു കേട്ടിട്ട്. ശരി ഞാനൊരു ഇടവേള എടുത്തതിന് ശേഷം വരാം താങ്കളിലേക്ക് വീണ്ടും. അടുത്ത പഠിപ്പിക്കലിന് അതിനുശേഷം വരാം ശ്രീ ശ്യാംരാജ്. അറിയാത്തവരെ പഠിപ്പിച്ച് തന്നെ തിരുത്തണമല്ലോ. അറിയാത്തവരെ പഠിപ്പിച്ച് തന്നെ തിരുത്തണം. തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്നവരെ തിരുത്തിയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജയരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആർക്കാണ് BJP ബാന്ധവം എന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. അവിടെയാണ് CPM BJP ബാന്ധവം എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സമസ്ത ഇന്ന് അതിശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു. ലീഗ് സമാനമായ നിലയിൽ ആരോപണവുമായി രംഗത്ത് വന്നു. സംസ്ഥാനത്തെ മത നിരപേക്ഷ സാഹചര്യത്തെ പോലും വെല്ലുവിളിക്കുന്നതാണ് ഇത് എന്നതൊക്കെയാണ് സമസ്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖപത്രത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരു വലിയ വിവാദം അത് ഏണിയിട്ട് പിടിക്കുകയായിരുന്നോ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത്? സർക്കാരിനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണോ ഈ വിവാദം? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഇതിനകത്ത് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മൾ ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണോ? കാര്യം SSA കിട്ടാനുള്ള ഇത്രയും ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് നമ്മൾ ആ ഫണ്ട് വാങ്ങിച്ചെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ കുട്ടികൾക്കല്ലേ നഷ്ടം വരുന്നത്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷന്റെ ഫോൺ നമ്പർ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ അച്ചടിക്കുന്നത്. NCERTയുടെ കാര്യങ്ങളിൽ NCERTയുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ വസന്ത് തെങ്ങുപള്ളി